Hi Makle, improvement exam is our totta padi vaadilkil ettirikkana. Appo nammal innu discuss cheyan povunnathu sure questions aanu politics ile 5 chapters chodikkunna nirbandhamayum chodikkunna ningal nirbandhamayum padichirikkena sure questions aanu nammal endu cheyan povunu discuss cheyan povunu. So ningade edengilum friends improvement exam political science improvement exam ezhunna ella friends ningal endu cheyan nammade ee video inde link ningal share cheyidukka nirbandhamayum oru like um nammade video patti comment cheyananu ningal maranu parayilla ട്ടോ. ആദ്യം ഞാൻ ഓർമ്മിക്കുകയാണ് ചില ആളുകൾ അവസാനം കൊള്ളാലെ ക്ലാസ്സിലൊക്കെ മതി പറഞ്ഞങ്ങ് മറന്നു അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതൊക്കെ പറഞ്ഞത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വാട്ട് ആൻഡ് വൈ ഭരണഘടന എന്തുകൊണ്ട് എന്ന ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചോദ്യമാണ്. ഈ ഒരു ചോദ്യം എക്സാമിന് കാണാൻ മാച്ച് ഓഫ് ഫോളോയിങ്ങിൽ കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് നമ്മുടെ ഭരണഘടനയിൽ ചില ക്ലോസുകൾ കാണാം, അല്ലാതെ ഭരണഘടനയിലെ ചില കാര്യങ്ങളെ കാണാം. ആ കാര്യങ്ങൾ നമ്മളെ മറ്റു പല രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്ത് അത് ഏതൊക്കെയാണ് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട് സ്ഥിരമായി ചോദിക്കാറ്. ഒന്നാമത് ഫസ്റ്റ് പാസ് പോസ്റ്റും അല്ലെങ്കിൽ ഫസ്റ്റ് പാസ് പ്രോസസ് എന്നല്ല ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയിട്ട് FPTP എന്ന് വിളിക്കും അല്ലെ. അതെന്താണ് ശരിക്കും അത് നമ്മൾ എവിടെ നിന്നാണ് കോപ്പി ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ, ക്വാസി ഫെഡറൽ ഫോം അർദ്ധ ഫെഡറൽ സംവിധാനങ്ങൾ എന്താണ്, അതേപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ നിർദ്ദേശക തത്വങ്ങൾ, ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് കോപ്പി ചെയ്തെന്ന് എക്സാമിന് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്നാമത് ഫസ്റ്റ് പോസ്റ്റ് സിസ്റ്റം നമ്മൾ എവിടെ നിന്നാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് കോപ്പി ചെയ്തത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ USA നിന്നാണ് കോപ്പി ചെയ്തത്. എവിടെയാണ് മൗലിക അവകാശം അമേരിക്കയാണ്. ക്വാസി ഫെഡറൽ ഫോം കാനഡയിൽ നിന്നാണ് നമ്മൾ എടുത്തത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഐറിഷ് നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ ഐറിഷ് ഗവൺമെന്റ് നമ്മൾ എടുത്തത്. ഇത് ഈസ് വെരി ഇമ്പോർട്ടന്റ് പഠിച്ച് വെക്കാം. റെഡി അല്ലേ, ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യമാണ് എക്സ്പ്ലെയിൻ എനി 3 ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഇതേ ചോദ്യം 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാറുണ്ട്. എന്താണ് ഭരണഘടനയുടെ ഏതെങ്കിലും 3 ധർമ്മങ്ങളെ പറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ധർമ്മങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഫങ്ഷൻ നോക്കൂ, ഇറ്റ് ജനറേറ്റ് ആൻഡ് ഡിക്രീസ് ട്രസ്റ്റ് ആൻഡ് കോർഡിനേഷൻ ഇൻ ദ നെസസറി ഓഫ് ദ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ലൈവ് ടുഗദർ അല്ലെ. എന്താണ് വ്യത്യസ്തമായ തരത്തിൽ ആളുകൾ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു കോപ്പറേഷനും കോർഡിനേഷനും ആളുകൾക്കിടയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഭരണഘടന ഉണ്ടാക്കുന്നുണ്ട്. അതിൽ സ്പെസിഫൈ ഹൗ ദ ഗവൺമെന്റ് വിൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൻഡ് ഹൂ വിൽ ഹാവ് ദ പവർ ടു ടേക്ക് ഡിസിഷൻ. അതേപോലെ എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് എങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്, അതേപോലെ ആർക്കൊക്കെ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ് എന്ന കാര്യമാണ് പറയുന്നുണ്ട്. അതേപോലെ ഇറ്റ് ലേസ് ഡൗൺ ലിമിറ്റ്സ് ഓഫ് ദ പവർ ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് tell us what the right of the citizen. അതേപോലെ ഗവൺമെന്റ് അധികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തികളുടെ പൗരാവകാശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഉയർത്തി കാണിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് ഒരു നല്ല സമൂഹം സൃഷ്ടിക്കാനുള്ള ജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക് ഇത് പ്രകടിപ്പിക്കുന്നു അല്ലെ. ഇറ്റ് എക്സ്പ്രസ് ദ ആസ്പിറേഷൻ ഓഫ് ദ പീപ്പിൾസ് അബൌട്ട് ക്രിയേറ്റിംഗ് എ ഗുഡ് സൊസൈറ്റി. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 5 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ച വെറുതെ ആയിരിക്കും എക്സാമിന് എന്തായാലും എന്ത് ചെയ്യും ചോദിച്ചിരിക്കും, ഒരു സംശയമില്ല. അടുത്ത് നോക്കാം. അടുത്ത് യെസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇടയ്ക്കാണ് യെസ് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാട്ടോ. അതായത് പ്രൊവിഷൻസ് ഉണ്ട്, കൺസെപ്റ്റ് ഓഫ് റൂൾ ഓഫ് ലോ, പ്രിൻസിപ്പിൾ ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. എക്സാമിന് ഇതേപോലെ അതായത് ഈ സാധനം പല രീതിയിൽ ചോദിക്കും. 4 മാർക്ക് ഇവിടുന്ന് ഉറപ്പാ. കൺസെപ്റ്റ് ഓഫ് റൂൾസ് ഓഫ് ലോ നമ്മൾ എവിടുന്ന അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നിയമവാഴ്ച നമ്മൾ എടുത്തുള്ളത് എവിടുന്നാണ് ബ്രിട്ടനിൽ നിന്നാട്ടോ. ബ്രിട്ടനിലാണ് എടുത്തുള്ളത്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. അത് കേട്ടാൽ തന്നെ നമുക്കറിയാം ഫ്രഞ്ച് റവല്യൂഷന്റെ മുദ്രാവാക്യമായിരുന്നു എന്ത് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. അത് നമ്മൾ എവിടുന്ന് എടുത്തത് ഫ്രാൻസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നേരത്തെ ഓൾറെഡി പഠിച്ച എവിടെയാണ് USA. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി നിർദ്ദേശക തത്വങ്ങൾ. അത് പഠിക്കാൻ എളുപ്പത്തിൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, ഡയറക്റ്റീവ് DI, ഈ രണ്ടാമത്തെ അക്ഷരം മാത്രം നോക്കുക. ഡയറക്റ്റീവ് DI ഐറിഷ് ഗവൺമെന്റ്. ഓക്കെ, സെറ്റ് അല്ലേ? അത് കൃത്യമായി എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ 2ാം ചാപ്റ്റർ പോവാണ്. ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളെ പറ്റി പഠിക്കാൻ പോകുന്നു. മക്കളെ ഇവിടെ നിങ്ങൾ ആദ്യമായിട്ടും അവസാനമായിട്ട് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട സാധനമാണ് മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. മക്കളെ ഇത് എക്സാമിന് സ്ഥിരമായിട്ട് 8 മാർക്കിന് എസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി 8 മാർക്കിന് ചോദിച്ചില്ലെങ്കിൽ 5 മാർക്കിന് എന്തായാലും ചോദിക്കും. അതുകൊണ്ട് ഇത് പഠിച്ചാൽ മാർക്ക് സെറ്റാ. അതുകൊണ്ട് ഇത് കൃത്യമായി പഠിച്ചു വെച്ചോ. ഒന്നാമത്തെ റൈറ്റ് ഇക്വാലിറ്റി, അതേപോലെ 2ാമത്തെ റൈറ്റ് ഫ്രീഡം. ഇക്വാലിറ്റി എന്താ സമത്വത്തിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. റൈറ്റ് അഗൈൻ എക്സ്പ്ലോയിറ്റേഷൻ ചൂഷണത്തിനെതിരെയുള്ള അവകാശമുണ്ട്. റൈറ്റ് ഫ്രീഡം ഓഫ് റിലീജിയൻ മത സ്വാതന്ത്ര്യമുണ്ട്. കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് സാംസ്കാരികവും അതേപോലെ വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ട്. റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഭരണഘടനാ ഭേദഗതിക്കുള്ള അവകാശം അവിടെ വരുന്നുണ്ട്. ഇത് വെറുതെ ഇത് മാത്രം എഴുതി വെച്ചാൽ 8 മാർക്ക് കിട്ടൂല. എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ആർട്ടിക്കിളും നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം. കാരണം ഇത് ഷുവറാ. എനിക്ക് വീണ്ടും ഇത് പറയാനാവില്ല. ഇത് ഷുവറാണ്. നിങ്ങൾ എന്ത് ചെയ്യടാ പഠിച്ചു വെക്കുക കേട്ടടാ.
ഇനി നമ്മൾ അടുത്ത മൂന്നാമത്തെ ചാപ്റ്ററിലാണ് എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗത്തിൽ നമ്മൾ കടക്കാൻ പോകുന്നത്. ഇവിടെ പ്രധാനമായും കാര്യനിർവഹണ വിഭാഗത്തിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതേപോലെ സിവിൽ സർവീസിന്റെ 3 ഘടകങ്ങളെ പറ്റി ചോദിക്കാറുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് സിവിൽ സർവീസ്, സിവിൽ സർവീസിന്റെ വർഗീകരണം. നമുക്കറിയാം നമ്മുടെ സിവിൽ സർവീസ് നമ്മൾ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 ഒന്ന് ഓൾ ഇന്ത്യ സിവിൽ സർവീസ്, അഖിലേന്ത്യാ സർവീസ് ഉണ്ട് അല്ലേ. പിന്നെ ഏതാണ് 2 സിമ്പിൾ ആണ്, നമ്മൾ 10ാം ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന കാര്യം. രണ്ടാമത്തെ സെൻട്രൽ സർവീസ് ആണല്ലേ. സെൻട്രൽ സർവീസ് അഥവാ കേന്ദ്ര സർവീസ് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. പിന്നെയോ സ്റ്റേറ്റ് സർവീസ് അഥവാ സംസ്ഥാന സർവീസ്. ഇത് 3 നിങ്ങൾ പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ പിന്നെ why did 3 discriminative power of president of India? ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഏതെങ്കിലും 3 വിവേചന അധികാരത്തെ എഴുതുക. പ്രസിഡന്റിന്റെ അധികാരത്തെ പറ്റി ചോദിക്കുമ്പോൾ വിവേചന അധികാരത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുത്ത് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് വിവേചന അധികാരങ്ങൾ? ഒന്ന്, പ്രധാനമന്ത്രി എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ആരറിയിക്കണം? നമ്മുടെ രാഷ്ട്രപതി അറിയിക്കണം. രാഷ്ട്രപതിക്ക് എന്തുണ്ട്? വീറ്റോ പവർ ഉണ്ട്. അതേപോലെ സർക്കാരിന്റെ പ്രവർത്തനത്തിന് റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? ആവശ്യപ്പെടാം. ഇത് 3 ഉള്ളൂ. 3 ചോദിച്ചാൽ 3 എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ കൃത്യമായി ആ ടോപ്പിക്കിലെ നമ്മുടെ ചാപ്റ്ററിലെ പ്രസിഡന്റിന്റെ വിവേചന അധികാരങ്ങൾ പോയിന്റ് ഇട്ട് നമ്മൾ പഠിച്ചതാണ്. അത് മുഴുവൻ അങ്ങ് പഠിച്ചു വെച്ചേക്ക്, എക്സാമിന് മാർക്ക് തരുന്ന ഒരു സാധനമാണ് അയാൾ. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമ്മൾ 5ാമത്തെ ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ സഭയിലേക്ക് പോകും. ഇവിടുന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, വൈ ഡു വി നീഡ് 2 ഹൗസ് ഓഫ് പാർലമെന്റ് ഇന്ത്യ? ഇന്ത്യൻ പാർലമെന്റിന്റെ 2 സഭകളുടെ ആവശ്യമുണ്ട്. നമുക്ക് 2 സഭകളുണ്ട്, രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്. എന്താണ് ഇതിന്റെ ആവശ്യം എന്നാണ് ചോദിക്കുന്നത് അല്ലെ. നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യം. കാരണം നമ്മൾ ഇന്ത്യയെ പോലെ വലിയ ജനാധിപത്യമുള്ള രാജ്യത്ത് എല്ലാ ആളുകളുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്താനാണ് നമ്മൾ 2 സഭകളിലെ. നിങ്ങൾ ആലോചിച്ചോ, നമ്മുടെ പാർലമെന്റ് ആണെങ്കിൽ ലോക്സഭയാണെങ്കിൽ ലോക്സഭയിൽ 545 സീറ്റ് ഉണ്ട്. അതേപോലെ രാജ്യസഭയിൽ 250 സീറ്റ് അല്ലേ. അതായത് ഈ 245ലേക്ക് 250 കൂടി കൂടുമ്പോൾ എത്രയാണ്? ഏകദേശം 795 പ്രതിനിധികളെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധികളായിട്ട് അവിടെ നമുക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലേ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു കാര്യം പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ് അതിന്റെ ആവശ്യമുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യങ്ങൾ? advantage by legislature to make possible to have every decision reconsidered. പ്രധാനമായും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നിലധികം തവണ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് ലോക്സഭയിൽ എടുക്കുന്ന ഒരു തീരുമാനം വീണ്ടും അവിടെ രാജ്യസഭയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായി എന്ത് ചെയ്യുക? പഠിക്കുക, നോട്ട് ചെയ്ത് നോക്കുക. ഇറ്റ് മീൻസ് എവറി ബിൽ ആൻഡ് പോളിസി വുഡ് ബി ഡിസ്കസ്ഡ് ട്വൈസ് ആൻഡ് എൻഷുർ ദ ഡബിൾ ചെക്ക് ഓഫ് എവറി മാറ്റേഴ്സ്. അതേപോലെ തന്നെ എല്ലാ ആളുകളുടെയും റെപ്രസെന്റേഷൻ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും, ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ മെമ്പർ ഓഫ് രാജ്യസഭ elected for a terms of dash years. എക്സാമിന് ചോദിക്കുന്ന നിങ്ങൾ പലരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര കാലവർഷത്തേക്കാണ് അല്ലെങ്കിൽ എത്ര കാലയളവിലേക്കാണ് രാജ്യസഭ എംപിമാരെ തെരഞ്ഞെടുക്കുന്നത് ചോദിക്കാറുണ്ട് അല്ലെ. എടാ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 5 വർഷമല്ല കേട്ടോ. നിങ്ങൾ പലരും 5 വർഷം എന്നാണ് എഴുതി വെക്കുക. രാജ്യസഭയിലെ ആളുകൾ മാത്രം നമ്മൾ തെരഞ്ഞെടുക്കുന്ന 6 വർഷക്കാലത്തേക്കാണ്. അത് മറന്നു പോകാൻ പാടില്ല, പലരും തെറ്റിക്കുന്നതാണ്. അപ്പൊ രാജ്യസഭ എന്ന് പറഞ്ഞാൽ 6 വർഷം നിങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ നോക്കൂ, എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് സ്റ്റേജ് ഓഫ് ലോ മേക്കിംഗ് പ്രൊസീജിയർ ഇന്ത്യ. 5 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ചോദിച്ചിരിക്കും. ഇന്ത്യയിൽ നിയമം അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ നിയമങ്ങൾ രൂപീകരിക്കുന്ന വിവിധ ഘട്ടങ്ങൾ എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. പ്രധാനമായും നമുക്ക് എത്ര ഘട്ടം? ആദ്യ ഘട്ടമുണ്ട്, 1ാം വായനയുണ്ട്. 1ാം വായന എന്ന് പറഞ്ഞാൽ നിയമത്തെ നമ്മുടെ പാർലമെന്റിൽ നമ്മുടെ മന്ത്രിമാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പർ ഓഫ് പാർലമെന്റോ അന്ന് പ്രസന്റ് ചെയ്യുന്ന സ്റ്റേജ്, ആദ്യമായിട്ട് നമ്മുടെ പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെറ്റാണ് 1ാം വായന. 2ാം വായന, ഈ ഘട്ടത്തിൽ വിശദമായ ചർച്ചകൾ നടക്കുന്ന സെഷനാണ് 2ാം വായന. 2ാം വായനയിൽ ആ നിയമത്തെ പ്രതിപക്ഷവും അല്ലെങ്കിൽ ഭരണപക്ഷവും ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ടും ആ ഡിസ്കഷനിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ആ കാര്യത്തെ പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നമ്മൾ അനുവദിക്കും. അതാണ് കമ്മിറ്റി സ്റ്റേജിലെ സെക്കൻഡ് ജനറൽ ഡിസ്കഷന്റെ അവിടെ ഒരു കമ്മിറ്റി സ്റ്റേജിലേക്ക് എത്തും. ആ കമ്മിറ്റി സ്റ്റേജിന്റെ അവസാനം കൺസിഡറേഷൻ സ്റ്റേജിലേക്ക് എത്തും അല്ലെ. അങ്ങനെ ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ 3rd റീഡിംഗ് സ്റ്റേജിൽ 3ാം വായനയിലേക്ക് എന്താ? 3ാം വായന, എ ഡിബേറ്റ്സ് ഓൺ കൺഫൈൻ ദ അക്സെപ്റ്റൻസ് ഓഫ് ദ റിജക്ഷൻ ഓഫ് ബിൽ ഇഫ് ദ മെജോറിറ്റി ഓഫ് ദ മെമ്പർ പ്രസന്റ് വോട്ടിംഗ് അക്സെപ്റ്റ് ദ ബിൽ റിഗാർഡ് ആസ് പാസ്ഡ് ദെൻ ബിൽ സെന്റ് ടു അതർ ഹൗസ്. അങ്ങനെ 3ാം വായനയിൽ മെജോറിറ്റി ആളുകൾ അതിനെ അംഗീകരിക്കുകയാണെങ്കിൽ ആ ബില്ല് നേരെ എവിടേക്ക് പോകും? നമ്മുടെ അടുത്ത രാജ്യസഭയിലേക്ക് പോകും. രാജ്യസഭയിലും അതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ നേരെ ആ ബില്ല് എവിടേക്ക് പോകും? നമ്മുടെ പ്രസിഡന്റിന്റെ കയ്യിലേക്ക് പോകും. പ്രസിഡന്റ് അവിടെ ഒപ്പിടുന്നതോടുകൂടി എന്ത് ചെയ്യും അല്ലെ? അസെൻസ് ഓഫ് ദ പ്രസിഡന്റ് അവിടെ ഒപ്പിടുന്നതോടുകൂടി അതൊരു നിയമമായി വരും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എക്സാമിന് ചോദിക്കും. ഒരു സംശയമില്ല. പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, പഠിച്ചു വെച്ചില്ലെങ്കിൽ ആ മാർക്കും ഒരു സംശയമില്ല അതിൽ കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയ 5 ചാപ്റ്റർ ഷുവർ ക്വസ്റ്റ്യൻ ആയി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഈ ചോദ്യം പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. ഇതൊരു അപേക്ഷയാണ്. ഓക്കെ, സോ നമ്മുടെ ലൈവും കാര്യങ്ങളൊക്കെ ഈസ് ഗോയിങ് ഓൺ. സോ പ്ലീസ് കീപ് ഗോയിങ് വിത്ത് എഡ്യൂപോർട്ട്. ഒരു ടെൻഷനും വേണ്ട, മാർക്ക് സെറ്റാണ്. സോ മറക്കരുത് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മറക്കാൻ പാടില്ല. സോ മക്കളെ, ഓൾ ദി വെരി ബെസ്റ്റ്.